സോ ഗൈസ്, നമ്മൾ ഇന്ന് ബ്ലൂ ലോക്കിന്റെ ചാപ്റ്റർ 313 ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ ചാപ്റ്ററോട് കൂടിയിട്ട് അണ്ടർ 20 വേൾഡ് കപ്പിന്റെ മാച്ച് ബിഗിൻ ആയിട്ടുണ്ട്. ആൻഡ് ജപ്പാൻ ടീം എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈജീരിയക്കെതിരായിട്ട് ഓൾമോസ്റ്റ് ഒരു ഗോൾ അടിക്കാൻ വേണ്ടി ഒന്നായിരുന്നു. പക്ഷെ ഒരാള് കാരണം ആ ഗോള് ആവാണ്ട് പോയി. ആൻഡ് ആ ആളാരാണെന്നല്ലേ, ഒനാസി ഫ്രം നൈജീരിയ. ആൻഡ് ഇവൻ കാരണമായിരിക്കും ബ്ലൂ ലോക്കിന് ഇച്ചിരിയെങ്കിലും ടഫ് ഈ മാച്ചിൽ വരാൻ പോകുന്നത്. പക്ഷേ ഈ മാച്ചിൽ ജപ്പാൻ ഈസി ആയിട്ട് ജയിക്കും. കാരണം എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ വീഡിയോ തുടർന്ന് കാണാം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ്. ആൻഡ് ഈ ചാപ്റ്റർ എങ്ങനെയാ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചെറിയ പിള്ളേര് സോക്കർ കളിക്കുന്നത് കാണിച്ചുകൊണ്ടായിരിക്കും. ആൻഡ് ആ പിള്ളേരിൽ ഒരു പയ്യൻ ഭയങ്കര കിടലിനായിട്ട് കളിക്കുന്നുണ്ടാവും. അവനെ കണ്ടിട്ട് അവന്റെ കൂടെയുള്ള ബാക്കി രണ്ടുപേരും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടുണ്ടാവും. അവനെ പോലെ കളിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ടാവും, ഒരു ഇൻസ്പിറേഷൻ ഒക്കെ പോലെ. ആൻഡ് ആ നന്നായിട്ട് കളിക്കുന്ന ചെറിയ പയ്യന്റെ പേരായിരിക്കും ഒനാസി. ആൻഡ് ഇവന്റെ കൂടെയുള്ള എല്ലാവരും ഒരു ഹോപ്പായിട്ടായിരിക്കും ഇവനെ കണ്ടിട്ടുണ്ടാവുക. ഏത് പ്ലെയർ വന്നാലും ഏത് ടീം വന്നാലും അവരോട് ജയിക്കാനുള്ള ഒരു തുറപ്പിച്ചിട്ടായിരിക്കും ഇവനെ കണ്ടിട്ടുണ്ടാവുക. ആൻഡ് ഇവിടെ കട്ടിയത് നമുക്ക് മാച്ച് കാണിക്കും. അവിടെ രണ്ട് കമന്റേഴ്സ് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മാച്ചിന്റെ കമന്ററി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. ആൻഡ് ഈ കമന്ററി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളെല്ലാവരും വേൾഡ് കപ്പ് കാണുന്നവരോ നിങ്ങളെല്ലാവരും വേൾഡ് കപ്പ് അറിയുന്നവരും അവർക്ക് എങ്ങനെയാണ് ഒരു ടീം അതിലോട്ട് വരുന്നതും അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഫൈനൽ ടീം കളിക്കുന്നതും എല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതിന്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് മൊത്തം 64 ടീമുണ്ട്. അതിന്റെ 64 ടീമിനെ 16 ടീമുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിലും 4 ടീം വെച്ചിട്ടുണ്ട്. നമ്മുടെ ജപ്പാന്റെ ടീമിലാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസ് ഉണ്ട്, ഇംഗ്ലണ്ട് ഉണ്ട്, നൈജീരിയ ഉണ്ട്. ഇപ്പൊ ആദ്യമായിട്ട് കളിക്കുന്നത് ജപ്പാനും നൈജീരിയയും തമ്മിലാണ്. ആൻഡ് ഈ 4 ടീമുള്ള ഗ്രൂപ്പിൽ നിന്ന് 2 ടീമായിരിക്കും ക്വാളിഫയർ ആവുന്നത്. അങ്ങനെ 32 ടീമാവും. വീണ്ടും അതിൽ അങ്ങനെ പോയി അവസാനം ഫൈനലിൽ 2 ടീം വരും. സോ അതാണ് ഇപ്പൊ ഈ വേൾഡ് കപ്പിന്റെ ഫീച്ചർ. ആൻഡ് ഇങ്ങനെ ഫീച്ചറും കാര്യങ്ങളും എല്ലാം പറഞ്ഞതിന് ശേഷം കമന്ററി നമുക്ക് മാച്ച് കിക്ക് ഓഫിന്റെ കമന്ററി പറഞ്ഞു തുടങ്ങും. അതെ, നൈജീരിയ വേഴ്സസ് ജപ്പാൻ എന്നുള്ള മാച്ച് കിക്ക് ഓഫ് ആവും. ആൻഡ് സ്റ്റാർട്ടിങ്ങിൽ ബോൾ നൈജീരിയയുടെ കയ്യിലായിരിക്കും. അതുകൊണ്ട് തന്നെ നൈജീരിയ ബോൾ എടുത്തിട്ട് അറ്റാക്ക് ചെയ്ത് തുടങ്ങും. ആൻഡ് ഈ അറ്റാക്കിനെ റിന്നു ഇസാക്കിയും തടുക്കാൻ നോക്കിയെങ്കിൽ പോലും അവർ രണ്ടുപേരും ഈസി ആയിട്ട് ടാക്കിൾ ചെയ്തുകൊണ്ട് നൈജീരിയ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കും. ആൻഡ് പന്തെടുത്ത് മുന്നോട്ട് പോകുന്നത് നൈജീരിയൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരിക്കും. അവന്റെ പേരായിരിക്കും കൂസോ. ആൻഡ് കൂസോ അവിടെ നിന്ന് നേരെ ബെല്ലോ എന്ന പ്ലെയർക്ക് പാസ് കൊടുക്കും. ആൻഡ് ഈ പാസ് ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബഷീർ ഒന്ന് നോക്കും. പക്ഷെ ബഷീറെ കൊണ്ട് കഴിയില്ല. ബെല്ലോ നല്ല കിടിലൻ മിഡ്ഫീൽഡർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബഷീറിനെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്തിട്ട് ഒരു ക്വിക്ക് പാസ് അങ്ങോട്ട് കൊടുക്കും. ഈ പാസ് നേരെ പോകുന്നത് ഒനാസിയുടെ അടുത്തായിരിക്കും. ഈ പാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒനാസി ഭയങ്കര ഹൈറ്റിൽ ജമ്പ് ചെയ്യും. ആൻഡ് ആസ് പെർ ആര്യു ഇത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു പാസ് ആയിരിക്കും. കാരണം അത്രയും ഹൈറ്റിലായിരിക്കും. പക്ഷേ അത്രയും ഹൈറ്റിൽ വന്ന ആ ബോള് ഒനാസി എയറിന്ന് എടുക്കും. ആൻഡ് ഇത് കണ്ടിട്ട് ആര്യ തന്നെ സർപ്രൈസ് ആവും. കാര്യം ആര്യ ഭയങ്കരമായിട്ട് ഹൈറ്റിൽ ചാടുന്നവനാണ്. അവൻ പോലും സർപ്രൈസ് ആവും. ആൻഡ് ഇത്രയും ഹൈറ്റിൽ ചാടിയിട്ട് അതും എയറിൽ നിന്ന് കാൽ വെച്ച് പന്ത് എടുക്കുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. ആൻഡ് ആര്യ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ പന്ത് നേരെ ആര്യനെ തട്ടിച്ചിട്ട് ഒനാസി എടുക്കും. ആൻഡ് ഒനാസിയെ തടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വരുന്നതായിരിക്കും ഐക്കു. ആൻഡ് ഐക്കുനെ അറിയാലോ, ഐക്കു വന്നതും ഒനാസിയുടെ ലെഗിനെ ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്യും. ബട്ട് ഒനാസി ചോദിക്കും, നീ എന്തൊരു ഡിഫറൻറ്റർ ആടാ, നീ ഇത്രയും വലിയൊരു ഗ്യാപ്പ് അവിടെ വിട്ടിട്ട് നീ എന്നെ തടുക്കാൻ വേണ്ടി വന്നേക്കുന്നതായിരിക്കും. ആൻഡ് ഈ അവസരം മുതലാക്കിയിട്ട് ഒനാസി ആ ഗ്യാപ്പിലൂടെ ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് നോക്കും. ബട്ട് ഒനാസിക്ക് എന്തറിയാം, ഐക്ക് വെറുതെ അല്ലല്ലോ ജപ്പാന്റെ ക്യാപ്റ്റൻ. ആ ഗ്യാപ്പ് മനഃപൂർവ്വം ബ്ലൂ ലോക്കിന്റെ പ്ലാന്റെ അക്കോർഡിംഗ് ആയിട്ട് വിട്ടതായിരിക്കും. ആൻഡ് ആ ഗ്യാപ്പിൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ പ്ലേയേഴ്സ് ഉണ്ടാവും. ആൻഡ് പ്ലേയേഴ്സ് ആയിട്ട് നീക്ക് അവിടെ വന്നിട്ട് കറക്റ്റ് ആയിട്ട് ആ പന്ത് ഡിഫെൻഡ് ചെയ്യും. ഇതൊരു കിടലനായിട്ടുള്ള പ്ലേ ആയിരുന്നു. കാരണം ജപ്പാൻ ടീമിന് നൈജീരിയ ടീമിന്റെ ടാക്ടിക്സ് എന്താണ്, അവരെങ്ങനെയാണ് കളിക്കുന്നത് ഒന്നും അറിയില്ല. പക്ഷെ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റി ജപ്പാൻ ടീമിന്. സോ ബ്ലൂ ലോക്കിന്റെ ആ ഒരു മൈൻഡ് സെറ്റ് ഒരുപാട് മാറിയിട്ടുണ്ട് ഈ വേൾഡ് കപ്പിൽ. ആൻഡ് ഇനി നൈജീരിയയുടെ കളി അവർ കണ്ടിട്ടുണ്ടോ അതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ലല്ലോ പാനല്. സോ ഇത് ഭയങ്കരമായിട്ട് ടാക്ടിക്കൽ ആയിട്ടുള്ള കളിയായിരുന്നു. പക്ഷെ എന്നെ അടട്ടുന്ന സംശയം ഇതല്ല, ഇനി നാഗി എങ്ങനെയാണ് ഇവര് തിരിച്ചു കൊണ്ടുവരുന്നതാണ്. കാരണം ഓൾറെഡി മാച്ചൊക്കെ തുടങ്ങി. ഇനി എങ്ങനെയാണ് ഒരു പ്ലെയർ ഉള്ളിലോട്ട് കയറ്റി വിടുന്നത് നോക്കാം നമുക്ക്. ആൻഡ് ഈ ഡിഫൻസ് വന്ന ഈ ബോൾ അവിടുന്ന് നേരെ ജപ്പാൻ ടീം അവിടുന്ന് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ആൻഡ് നീക്കോ നേരെ കറാസുവിന് പാസ് കൊടുക്കും. ആൻഡ് കറാസുവിന് പന്ത് കിട്ടിയതും കറാസു നേരെ അത് കൗണ്ടർ ആയിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട് വരും. ആൻഡ് നേരെ ഹിയോരിക്ക് പാസ് കൊടുക്കും. ആൻഡ് ഹിയോരി 2 പ്ലേയേഴ്സിനെ മറികടന്ന് നേരെ റിന്നിന് പാസ് കൊടുക്കും. നൈജീരിയ ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് എത്താൻ വേണ്ടി എടുത്ത സമയത്തിന്റെ പകുതി പോലും എടുക്കാണ്ട് ജപ്പാൻ ടീം നേരെ ഗോൾ പോസ്റ്റിന്റെ അടുത്തുണ്ടാവും നൈജീരിയയുടെ. ആൻഡ് സീരിയസ്ലി ഇവര് തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട്. ഒരു പന്ത് റിന്നിന്റെ കാലിൽ കിട്ടിയാൽ പിന്നെ പറയണ്ടല്ലോ, റിന്ന് ആ പന്തും എടുത്തിട്ട് മൊത്തം ഗോൾ പോസ്റ്റിന് മുന്നോട്ട് ഓടാൻ തുടങ്ങും. ആൻഡ് മുന്നിലുണ്ടായിരുന്ന എല്ലാ ഡിഫൻഡേഴ്സിനെയും ഓരോരുത്തരായിട്ട് സ്കിൽ എടുത്തിട്ട് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിന്റെ ഇടയിൽ നൈജീരിയയിൽ വലിയ ഡിഫൻഡർ ആണെന്ന് പറഞ്ഞിട്ട് ഒരു പ്ലെയർ വരും. അവനൊക്കെ ഈസി ആയിട്ട് റിന്നെ തൂക്കിയിടും. ആൻഡ് വന്നതിന് ശേഷം ഒരൊറ്റ അടി അടിക്കും, കർവ് ചെയ്തിട്ടൊരു അടി അടിക്കും. ആൻഡ് ഓൾമോസ്റ്റ് ഗോൾ ആവേണ്ടതായിരുന്നു. പക്ഷെ കറക്റ്റായിട്ട് ഒനാസി അവിടെ എത്തും. ആൻഡ് ഒനാസി വന്നതും ആ ഗോൾ അവിടെ തടുക്കും. ആൻഡ് ഇത് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസും കമന്റേഴ്സും എല്ലാവരും ഭയങ്കരമായിട്ട് ചെറിയും. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോയി. കാരണം ഇവൻ
ഇപ്പോഴായിരുന്നു, അതായത് ഗോൾ പോസ്റ്റിന്റെ അപ്പുറത്ത് അവൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടും വന്നു. ഇതിപ്പോ എങ്ങനെയാന്ന് എനിക്കും മനസ്സിലായില്ല. പക്ഷെ ഇതുകൊണ്ടാണ് ആ 3 പ്ലേയേഴ്സും, അതായത് ആ 2 കുട്ടികളും അവനെ കണ്ട് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ടുണ്ടായിരുന്നത്. അത്രയും സ്പീഡാണ് അവന്റെ കാലിന്. എന്റെ ഒനാസിയുടെ കൂടെയുള്ള ആ 2 പേരില്ലേ, അവരും ഇപ്പോഴും ആ ജപ്പാന്റെ ടീമിന് വേണ്ടിയിട്ട് ഒനാസിയുടെ കൂടെ തന്നെ കളിക്കുന്നുണ്ട്. എന്റെ ഒനാസി ഈ പന്ത് എടുത്തതിന് ശേഷം ഈ പന്ത് റീബൗണ്ട് ആയിട്ട് എയറിൽ പോകും. ആൻഡ് എയറിൽ പോയി കഴിഞ്ഞുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരാളാ എയറിൽ പോകാൻ വേണ്ടി കാത്തു നിൽക്കും നമ്മുടെ ഡീമൺ കിങ്. എവിടെയാണോ അത് വന്ന് വീഴാൻ നോക്കുന്നത് അനലിച്ചിട്ട് അവൻ കറക്റ്റായിട്ട് എല്ലാം അനലൈസ് ചെയ്തിട്ട് ഇസാക്കി മൊത്തം മാച്ചിനെ അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആൻഡ് ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ തീരും. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, ഈസി ആയിട്ട് ജാപ്പനീസ് ടീം വിജയിക്കും. കാരണം ഇതായിട്ട് നൈജീരിയ ആയിട്ട് കളിക്കുമ്പോൾ ഇവരുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുക്കും. അടുത്തത് ഇംഗ്ലണ്ടായിട്ടുള്ള കളിയായിരിക്കും. നല്ല നിലം തൊടാണ്ട് പൊട്ടും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, നിങ്ങൾ എന്തായാലും പറയാം. ആൻഡ് ഒരു സ്പോർട്സ് മാങ്ങയിൽ അതായത് അതിന്റെ മെയിൻ ടീം അല്ലാണ്ട് വേറൊരു ടീമിന്റെ ബാക്ക് സ്റ്റോറിയും അതിലെ പ്ലേയേഴ്സിന്റെ ബാക്ക് സ്റ്റോറിയും കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ആ ടീം തോൽക്കാൻ പോകുന്ന ടീമായിരിക്കും. സോ ഇവിടെ നൈജീരിയ എന്തായാലും തോൽക്കും. പക്ഷേ എങ്ങനെ തോൽക്കും, എത്ര ഗോളിന് തോൽക്കും, ആരൊക്കെ ഗോൾ അടിക്കും, ഈ ഗോൾ അടിച്ചതിന് ശേഷം ആരൊക്കെ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാൻ തുടങ്ങും വേൾഡ് കപ്പിന് ഗോൾ അടിച്ചതിന് ശേഷം, അതൊക്കെ ആയിരിക്കും ഈ മാച്ച് കൊണ്ട് ഇവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഭയങ്കരമായിട്ട് അഹങ്കാരം കൂടിക്കഴിഞ്ഞാലും പ്രശ്നമല്ലേ. ആൻഡ് ഈ മാച്ച് ഒരുപാട് ചാപ്റ്റേഴ്സ് ആയിട്ട് കൊണ്ടുപോകാനും ചാൻസ് ഇല്ല. ഒരു 4-5 ചാപ്റ്ററിൽ, അതായത് ഒരു 318 ആകുമ്പോഴേക്കും നൈജീരിയ വേഴ്സസ് ജപ്പാൻ എന്നുള്ള മാച്ച് തീർന്നിട്ടുണ്ടാവും. ആൻഡ് ഇനി നിങ്ങൾക്ക് എന്താ തോന്നണേ, ഈ മാച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി നൈജീരിയ ജയിക്കുന്നത്? അതിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്ത് പറയാം. കാരണം ഒരു ഫസ്റ്റ് മാച്ചിൽ എന്തായാലും ജപ്പാനെ കൊണ്ട് തോൽപ്പിക്കാൻ പോകുന്നില്ല. സോ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. നിങ്ങളുടെ വിലയിലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റിൽ പറയാം. ബൈ ഗൈസ്, ബൈ.